താമസിക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ മക്കളെ അവർ ഇപ്പം ചേട്ടൻ്റെ മോനെയൊക്കെ എനിക്ക് വന്ന ഈ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കാൻ പണ്ട് പറയൂലേ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് ഇത് ഈ തെണ്ടീനെ കൊണ്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ എപ്പോഴും തോക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്കാണെങ്കിൽ ഒരിക്കലും തോക്കരുത്. അവര് തോപ്പിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വാതുവെപ്പാണ്, ഉടനെ വാതുവെപ്പാക്കി ബെറ്റിംഗാണ്. ബെറ്റിംഗ് നമ്മുടെ ടീമിൽ തന്നെയുള്ള പല ഡയറക്ടേഴ്സും നടന്മാരുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മളെ തോപ്പിക്കാൻ വേണ്ടി നിന്നുണ്ട്. നിങ്ങളുടെ പിന്നെ ആണോ? പിന്നെ അതെ, അല്ല അതിപ്പോ കണ്ടുപിടിച്ചാൽ എങ്ങനെ വരും? എനിക്ക് തോന്നിയതാണ്. ബെറ്റിങ്ങിന് കാശ് വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്നെ കീപ്പറാക്കും ആരെങ്കിലും. എന്താണ് വെച്ച് വെച്ച് പറയും ഒരു കുപ്പിയും കീപ്പർ കാച്ചൊക്കെ വിടും. എന്താണ് വെച്ച് വെച്ച് പറയും ഒരു കുപ്പിയും. അല്ല, ഓണത്തിന് സാധാരണ എങ്ങനെയാ? അല്ലെങ്കിൽ മുന്നേ ഉള്ള ഓണത്തിന് എന്തായിരുന്നു കലാപരിപാടികൾ വേറെ ഉണ്ടായിരുന്നോ? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓണങ്ങൾ? പിന്നെ പ്രത്യേകിച്ച് കോളേജൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ബോധമില്ലാത്ത ഓണക്കാലമായിരുന്നു. ബോധമില്ലാത്ത. അപ്പം അതെ അതെ. അപ്പൊ ഇപ്പൊ ബോധം ഉണ്ടെന്നാണോ? ശ്രീനിവാസൻ സാറിന്റെ ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നുണ്ട്. എന്റെ ഇളയ മോന് കുറച്ച് ബുദ്ധി. അത് പണ്ട് പറഞ്ഞല്ലേ? എന്താണ് അതിനെ പറ്റി പറയുന്നത്? എനിക്ക് ബുദ്ധി കുറവാണെന്നോ? ഫാൻസ് അസംബിൾ. എന്റെ ഫാൻസ് അതിന്റെ താഴെ മിക്കവാറും കമന്റ് ഇട്ട് കൊന്ന് വിളിച്ചു കാണും പുള്ളിനെ. മിസ്റ്റർ ശ്രീനിവാസൻ, കാനഡ, USA, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ് ഇല്ല കേട്ടോ, അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തേക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി മാറ്റ് ഗ്ലോബൽ സ്റ്റഡി അബ്രോഡിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ധ്യാനിന് അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഇനി എവിടെയാ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളത്? ബാങ്കോക്ക്, പട്ടായ. ഇനി എവിടെയാ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളത്? ബാങ്കോക്ക്, പട്ടായ. പോയി പുള്ളിനെ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിട്ടു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബേവറേജിലോട്ട് പോകുന്നു. താനെടുക്കും 10 മണിയായി, 11 മണിയായി, 12 മണിയായി. ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ഇതിലങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലടി. ഡോർ ഇങ്ങനെ തുറന്നത് ചേട്ടൻ നിൽക്കുക. ഞാൻ എയർപോർട്ടിൽ വിട്ട ആളാ. എങ്ങനെ വന്നു? ഫ്ലൈറ്റ് മിസ്സായി. ഈ കേറി വന്നതും എന്നെ കണ്ടു. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു നാളെ വന്നു. പുള്ളിയുടെ ഫ്ലാറ്റ്, പുള്ളി തന്ന കാശ്. മെയിൻ ക്യാരക്ടർ നമ്മുടെ ധ്യാനേട്ടനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ക്യാരക്ടറുള്ള ഒരു മനുഷ്യനെ തന്നെയാണോ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്? പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഞാൻ അവരോടൊക്കെ അയ്യോ അതൊന്നും വിഷയമല്ല. 3 കൊല്ലം കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കണല്ലോ. ചേച്ചി ആരോടൊക്കെ ഇഷ്ടം അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരും പറയാനോട് ഇരിക്കുന്നത്. ധ്യാനോട് എത്രയാണ് പറഞ്ഞിട്ടുണ്ടല്ലേ? ജേണി എപ്പോഴാ തീർന്നല്ലേ ചോദിച്ചു? ഒന്നും മനസ്സിലായിട്ടില്ല. അതെ, ഞാൻ ചോദിച്ച സ്ക്രിപ്റ്റ് എപ്പോഴാണ് ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തുടക്കം എവിടെ നിന്നായിരുന്നു എന്നാണ് എന്റെ. അതാണ് പറഞ്ഞത്. അതിന്റെ ഒരു സ്കെൽട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. ഊറ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയും. എങ്ങനെ സാധിക്കുന്നത് വിശേഷേട്ടാ? എങ്ങനെ ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നേ? ഞാൻ ചിമ്പാൻസി അതെ, ഞാൻ പൊട്ടിക്കോ വൈക പൊട്ടിക്കോ? നിങ്ങൾ അവരോട് തീരുമാനത്തിലെത്തിക്കോ? ചേട്ടൻ പൊട്ടിക്കട്ടെ. ചേട്ടൻ പൊട്ടിക്കോ? ചേച്ചി നിങ്ങളെ ഞാൻ കുഞ്ഞുനാളോട്ട് ചേച്ചിയുടെ TV കാണുന്ന. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ദിലീഷ് പോത്തൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് ഇതിനെ ഇങ്ങനെ
കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇടണം. 3 ചാൻസ് ഞാൻ തരാം. സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും. സാധിക്കും സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇത് മെന്റൽ സപ്പോർട്ട് അല്ല, ഫിസിക്കൽ സപ്പോർട്ട്. ഇല്ല, നമ്മള് പണ്ടേ ഫ്രണ്ട്സാ ഞങ്ങള്. ആ ഓർമ്മയില്ലേ 2020 ഒരു വിഷു വിഷസ് വോയിസ് അയച്ചത് എനിക്ക്? ആണോ? ഇവനാണോ? പെൺകുട്ടിയൊക്കെ എപ്പോഴും ഈ കോമഡി പറയുന്നത്, അത് ചിരിപ്പിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. ചേട്ടാ അങ്ങനെയല്ല, ബുദ്ധിയുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. നീ ആയിരിക്കും എന്നെ ഒരു ഹാപ്പി വിഷുവില് വീണ ആളെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുതുമുഖ സംവിധായകർക്ക് ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അജു പറഞ്ഞു, ഞാൻ പറഞ്ഞു വളരെ ക്യാഷ്വലായിട്ട് ഞാൻ പറഞ്ഞു, അതാകുമ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അജു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ ഫണ്ടാസ്റ്റിക്കിൻ്റെ വിഷൻ എന്ന് പറയുന്നത് തന്നെ പുതുമുഖ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഉള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് വളരെ സീരിയസ് ആയിട്ട് അജു പറഞ്ഞു. അടുത്തൊരു ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ 1 മണിക്കൂറിന് ശേഷമുള്ള ഇൻ്റർവ്യൂവിൽ ഇതേ ചോദ്യം, എന്താണ് ഷഹദ് എന്നുള്ളൊരു പുതുമുഖ സംവിധായകന് ഇത് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അജു പറയാ, അതാകുമ്പോൾ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഒരു നിലപാട് വേണ്ട ഒരു മനുഷ്യന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ വിഷൻ തന്നെ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. 3 ആൾക്കാർ ഉൾപ്പെടെ എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ അതിൽ ഒരാൾ അങ്ങനെ പറഞ്ഞു, അപ്പം തന്നെ ഞാൻ മാറ്റി പറഞ്ഞു. പിറ്റത്തെ ഇൻ്റർവ്യൂവിൽ അജു മാറ്റി പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾക്കൊരു നിലപാടില്ലാന്ന്. അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്. ഒരു ഫോറൻസിക് സർജനാണ്. അപ്പം ഇദ്ദേഹം ഒരു ഫോറൻസിക് സർജൻ ആവുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ധ്യാനേട്ട അങ്ങനത്തെ ഒരു റോളൊക്കെ ചെയ്യാൻ തോന്നുന്നത്? അല്ല, മാഡത്തിനോട് എനിക്ക് ചോദിക്കാല്ലേ, കാരണം ആ ഒരു ക്യാരക്ടർ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? നിനക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള കാരണം എന്താ? അതുപോലെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ലേ നിനക്ക് കിട്ടിയത്? അതുപോലെ എനിക്ക് കിട്ടി.